ഈ രാത്രി ഇപ്പോൾ അതേ അച്ഛനും മക്കളും കൂടെ കയറി പോണത് നമ്മുടെ കാലടിയിലുള്ള കണ്ണമ്മ ടെക്സ്റ്റൈൽസിലേക്ക് കേട്ടോ. രാത്രി ഒരു 8-8:30 സമയമായിട്ടുണ്ടാവും. കാരണം രാവിലെ ചേട്ടന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊക്കെ വന്നപ്പോൾ ഈ സമയമായി. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ പിറന്നാളാണ് ഈ ബുധനാഴ്ച. അപ്പോൾ അവന് ബർത്ത്ഡേയുടെ ഒന്ന് സ്കൂളിലേക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പാരച്യൂട്ട് പാൻസ് ഇല്ല, ബാക്കി എല്ലാ ഫ്രണ്ട്സിനും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മേടിക്കാൻ പോയതാട്ടോ. എനിക്ക് സാധാ പാൻസ് മാത്രമേ ഉള്ളൂ, എനിക്ക് പാരച്യൂട്ട് ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അവരോട് പാരച്യൂട്ട് പാൻസ് എന്ന് പറഞ്ഞാൽ അവരെടുത്ത് തന്ന പാരച്യൂട്ടൊന്നും ആയിരുന്നില്ല പുള്ളി ഉദ്ദേശിച്ച പാരച്യൂട്ട്. അങ്ങനെ കുറേ നേരം നോക്കി. അപ്പോൾ പുള്ളിക്ക് അതൊന്നും വലിയ ഇതായില്ല. അങ്ങനെ ലാസ്റ്റ് പാരച്യൂട്ടിൽ നിന്ന് നമ്മളങ്ങനെ ബാഗിലേക്ക് മാറി. ബാഗി പാൻസ് മതി, അത് കുഴപ്പമില്ല, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ ഡ്രസ്സ് നോക്കണു. ഇവിടെ അപ്പോഴേക്കും രണ്ടാൾ തമ്മിൽ അവർക്ക് എവിടെ പോയാൽ എന്താ കിട്ടണേന്ന് വെച്ചാൽ അത് വെച്ച് കളിക്കുന്ന ടീംസാണ്. അങ്ങനെ അവരത് ഉന്തി കുറച്ച് നേരമൊക്കെ കളിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും പോയതല്ലേ എന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തു. അങ്ങനെ കണ്ണൻ ബാഗി പാൻസ് മതി എന്നും പറഞ്ഞ് അത് സെലക്ട് ചെയ്തപ്പോൾ പോയ പോക്കിൽ ചേട്ടനും മേടിച്ചാൽ എനിക്കും വേണമെന്നും പറഞ്ഞ് അച്ചു. അങ്ങനെ അച്ചുവിനും ഒരെണ്ണം നോക്കി. ഗൗരിക്ക് മേടിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ എല്ലാവർക്കും മേടിക്കുക, കാര്യം കണ്ണന് മേടിക്കാൻ വേണ്ടി മാത്രം പോയത്. അപ്പോൾ കണ്ണന് മേടിക്കുമ്പോൾ അച്ചുവിനും മേടിച്ചില്ലെങ്കിൽ അതൊരു പിന്നെ അത് സങ്കടമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അച്ചുവിനും കൂടെ ഒരെണ്ണം മേടിച്ചത് കേട്ടോ. അവിടെയാണെങ്കിൽ പിള്ളേർ രണ്ടും കൂടെ അവരുടെ ട്രോളി തള്ളി 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 നീക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കിട്ടിയതൊക്കെ മേടിച്ച് അങ്ങനെ ഈ ആൺപിള്ളേർക്ക് വലിയ സെലക്ഷനൊന്നും ഇല്ലയെന്ന് ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ. അതിന് പോയിട്ട് നമുക്ക് പെൺകുച്ചുങ്ങൾക്കാണെങ്കിൽ നല്ല നല്ല എത്ര വെറൈറ്റി മോഡലുകളോ. ഇവർക്ക് ആകെ ഈ കാണാവുന്നൊക്കെ ടൈപ്പുകളുള്ളൂ. അങ്ങനെ അച്ചു പ്രൈസ് ടാഗേപ്പാടെ തന്നെ കേട്ടോ ജീൻസ് ഇട്ടേക്കണേ. ഇപ്പം മേടിച്ചു. എന്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും വിഷ് ചെയ്യണം. അപ്പൊ ഞാൻ സ്കൂളിൽ പോവാ. ഐഡന്റി കാർഡൊക്കെ മാത്രമേ എനിക്ക് ഇനി ഇട്ടാൽ മതി. ബാക്കി കളർ ഡ്രസ്സാണ് എനിക്ക് സ്കൂളിൽ പോവാൻ നേരത്ത്. അത് കാരണം ഞാനപ്പോ പോവാണ്. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്യണേ. അങ്ങനെ ബർത്ത്ഡേ ബോയ് റെഡിയായി സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി നിന്നു. അപ്പോൾ സാധാരണ നമ്മുടെ ബർത്ത്ഡേയും പിറന്നാളും വരുമ്പോൾ പിറന്നാളാണ് ആദ്യം വരാറ്. അപ്പോൾ അതാണ് ഇതുവരെ പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ബർത്ത്ഡേ കഴിഞ്ഞു പോയി. സെപ്റ്റംബർ 23 അത് കഴിഞ്ഞിട്ടാണ് പിറന്നാൾ വന്നത്. അപ്പോൾ ഈ 23 അന്ന് തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കളർ ഇടാൻ പറ്റില്ല. എല്ലാവരും ഫ്രണ്ട്സൊക്കെ ബർത്ത്ഡേയുടെ അന്ന് കളർ ഇട്ടുകൊണ്ട് വരാം, ഞാൻ ഇന്ന് യൂണിഫോം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ്റെ സങ്കടം മാറി. അപ്പോൾ വേറൊരാൾക്കൂടെ ഒരു ചെറിയൊരു മുഷിച്ചിലുണ്ടായിട്ടോ. കാരണം ചേട്ടൻ ഇതിട്ടപ്പോൾ യൂണിഫോം ഇടാനൊരു മടി. എന്നാലും പിന്നെ ഞാൻ പറഞ്ഞു മോൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ചേട്ടൻ യൂണിഫോം അല്ലേ ഇടാം, മോൻ നല്ല ഡ്രസ്സ് ഇടുന്നൊക്കെ പറഞ്ഞതേ സമാധാനിപ്പിച്ച് നിർത്തിയേക്കാട്ടോ. അങ്ങനെ രണ്ടാളും ഹാപ്പി. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ഇതൊക്കെ. സെലിബ്രേഷനൊക്കെ നാളെ ആട്ടോ, ഗാന്ധി ജയന്തിയുടെ അന്ന്. ഇന്ന് സ്കൂളുണ്ട്, വൈകുന്നേരം ട്യൂഷനുണ്ട്. അപ്പോൾ സെലിബ്രേഷൻ നാളത്തേക്ക് ആക്കാമെന്ന് വെച്ചു.